കേരള രാഷ്ട്രീയത്തിന്റെ സ്ഥിരാകേന്ദ്രം സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉരുക്കുകോട്ട, പാർട്ടി ഗ്രാമങ്ങളുടെ ഹൃദയഭൂമി. അതെ, നമ്മൾ സംസാരിക്കുന്നത് ധർമ്മടത്തെക്കുറിച്ചാണ്. എന്നാൽ ഇന്ന് ധർമ്മടത്ത് നിന്നും വരുന്ന വാർത്തകൾ AKG സെന്ററിനെ പോലും ഞെട്ടിക്കുന്നതാണ്, വിറപ്പിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെ 10,000-കണക്കിന് ജനങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരക്കുന്നു. പക്ഷെ അത് CPM-ന്റെ പതാകയ്ക്ക് കീഴിലല്ല, മറിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയും നയിക്കുന്ന മെഗാ അദാലത്തിലേക്കാണ് ഈ ജനപ്രവാഹം. 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്നിട്ടും തന്റെ മണ്ഡലത്തിലെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ പിണറായി വിജയന് സാധിച്ചില്ല. ധർമ്മടത്തെ ജനങ്ങൾ എന്തിനാണ് BJP നേതാക്കളെ തേടി ഓടിയെത്തുന്നത്? പിണറായിയുടെ കോട്ടയിൽ വിള്ളൽ വീണോ? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് മുഖ്യമന്ത്രി വിയർക്കുമോ? ഇന്ത്യയുടെ വികസന കുതിപ്പിൽ ധർമ്മടം എവിടെ നിൽക്കുന്നു? ഈ സകല ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ധർമ്മടത്തെ രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ നേർക്കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. കാരണം ഇത് കേരളം ഇതുവരെ കാണാത്ത ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്. ഫോട്ടോ സഹിതം, തെളിവ് സഹിതം ഞാൻ ഇന്ന് തുറന്നു കാട്ടാം. ധർമ്മടം മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും ഇന്ന് ചർച്ച BJP-യുടെ മെഗാ അദാലത്തിനെ കുറിച്ചാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഇത്തരം ഒരു ജനപങ്കാളിത്തം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. സാധാരണയായി CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മറ്റ് പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം പോലും കുറവാണെന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് എല്ലാ ഭയവും മാറ്റിവെച്ച് ജനങ്ങൾ കൂട്ടത്തോടെ ഒഴുകിയെത്തിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ, BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, രാജ്യസഭാംഗം C സദാനന്ദൻ മാസ്റ്റർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് തുടങ്ങിയ വമ്പൻ നിര തന്നെയാണ് ജനങ്ങളുടെ പരാതി കേൾക്കാനായി ധർമ്മടത്ത് ക്യാമ്പ് ചെയ്യുന്നത്. ഇതൊരു വെറും രാഷ്ട്രീയ പ്രസംഗവേദിയല്ല, മറിച്ച് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ കേൾക്കാനും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ അവയ്ക്ക് പരിഹാരം കാണാനുമുള്ള ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. പരാതിയുമായി എത്തിയവരുടെ കണ്ണുകളിൽ കണ്ടത് നിസ്സഹായതയല്ല, മറിച്ച് തങ്ങളെ കേൾക്കാൻ ആരെങ്കിലും ഒക്കെ എത്തിയല്ലോ എന്ന ആശ്വാസമാണ്. അദാലത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രസംഗം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓരോ ധർമ്മടം നിവാസിയെയും ചിന്തിപ്പിക്കുന്നതാണ്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇങ്ങനെ: 10 വർഷമായി ഇവിടെ ഒരാൾ MLA ആയി ഇരിക്കുന്നു. അദ്ദേഹം തന്നെയാണ് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും. എന്നിട്ടും 10 വർഷം മുമ്പുള്ള അതേ പരാതികളുമായിട്ടാണ് ഇന്നും ജനങ്ങൾ എന്റെ മുന്നിൽ വരുന്നത്. ഇതിലും വലിയ എന്ത് പരാജയമാണ് ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടാവാനുള്ളത്? ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക എന്നതാണ് ഒരു MLA-യുടെ പ്രാഥമിക കർത്തവ്യം. എന്നാൽ ഇവിടെ വികസനത്തിന് പകരം വിവാദങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലല്ല, മറിച്ച് അവരുടെ അടുക്കളയിൽ പുകയുന്നുണ്ടോ എന്ന് നോക്കുന്നതിലാണ് ഓരോ ഭരണാധികാരിയുടെയും മിടുക്ക്. ഇവിടെ ഈ 10 കൊല്ലം കൊണ്ട് മാറ്റം വന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്തെ ഒരു VIP മണ്ഡലമായി ഉയർത്തിക്കാട്ടുമ്പോഴും യാഥാർത്ഥ്യം മറിച്ചാണെന്ന് ഈ അദാലത്തിലൂടെ വ്യക്തമാകുന്നു. കുടിവെള്ളം കിട്ടാത്ത വീടുകൾ, കേന്ദ്ര ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കപ്പെട്ട സാധാരണക്കാർ, പട്ടയ പ്രശ്നങ്ങൾ നേരിടുന്ന പാവപ്പെട്ടവർ, ഇവരെല്ലാം മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടുകാരാണ്. കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയുടെ സാന്നിധ്യം ഈ അദാലത്തിന് വലിയ ഗൗരവമാണ് നൽകിയത്. കേരളത്തിലെ പല കേന്ദ്ര പദ്ധതികളും സംസ്ഥാന ഗവൺമെന്റ് അട്ടിമറിക്കുന്നു എന്ന പരാതി വ്യാപകമാണ്. ധർമ്മടത്തും സ്ഥിതി വ്യത്യസ്തമല്ല. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് ലഭിക്കാത്തവർ, ജൽജീവൻ മിഷൻ വഴി വെള്ളം കിട്ടാത്തവർ, കിസാൻ സമ്മാൻ നിധി മുടങ്ങിയ കർഷകർ, ഇവരുടെ എല്ലാം പരാതികൾ മന്ത്രി നേരിട്ട് സ്വീകരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പണം എവിടെ പോകുന്നു? അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന ഭരണകൂടത്തിനാണ്. മന്ത്രി കർക്കശമായി പറഞ്ഞ വാക്കുകളാണിത്. ഓരോ പരാതിക്കാരനും കൃത്യമായ മറുപടിയും തുടർ നടപടികളും ഉറപ്പാക്കുമെന്ന് ഇവർ പ്രഖ്യാപിച്ചു. ഇത് ധർമ്മടത്തെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് നൽകിയത്. സംസ്ഥാന ഗവൺമെന്റ് കൈയൊഴിഞ്ഞപ്പോൾ കേന്ദ്രം തങ്ങൾക്കായി കരുതലുമായി എത്തി എന്ന തോന്നൽ അവരിൽ ശക്തമായിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. വൻകിട ഡിജിറ്റൽ വിപ്ലവം, ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തി, ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തി, ഗ്രാമങ്ങളിലെല്ലാം റോഡും വൈദ്യുതിയും എത്തുന്ന സാഹചര്യം, ഇങ്ങനെ പുതിയ ഇന്ത്യ മുന്നേറുമ്പോൾ കേരളവും പ്രത്യേകിച്ച് ധർമ്മടവും എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം വികസന കുതിപ്പ് നടത്തുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ജനങ്ങൾ ഇന്നും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. കേന്ദ്ര പദ്ധതികൾക്ക് പേര് മാറ്റി സ്വന്തം പദ്ധതിയാക്കാൻ കാണിക്കുന്ന ഉത്സാഹം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാണിക്കുന്നില്ല. BJP ഈ അദാലത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവർക്കും വികസനം, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നതാണ് BJP-യുടെ നയം. ഇത് ധർമ്മടത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ധർമ്മടത്തെ ഓരോ കുടുംബവുമായും വ്യക്തിപരമായ ബന്ധമുള്ള നേതാവാണ് സദാനന്ദൻ മാസ്റ്റർ.
അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ വികാരധീനനായിട്ടാണ് സംസാരിച്ചത്. ഇടതുപക്ഷത്തിന്റെ അക്രമ രാഷ്ട്രീയത്തിന് ഇരയായി കാലുകൾ നഷ്ടപ്പെട്ട സദാനന്ദൻ മാസ്റ്റർ അതേ മണ്ണിൽ വികസനത്തിന്റെ സന്ദേശവുമായി എത്തുമ്പോൾ അത് വലിയൊരു പ്രതീകാത്മകതയാണ് നൽകുന്നത്. മാത്രവുമല്ല, നമ്മൾ ഈ അവസരത്തിൽ മറ്റൊന്നുകൂടി ഓർക്കണം, നവകേരള യാത്രയെക്കുറിച്ച്. എന്തായിരുന്നു ആ യാത്ര? അബ്ദുള്ളക്കുട്ടിയുടെ സാന്നിധ്യം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ BJPക്ക് ലഭിക്കുന്ന ജനപിന്തുണ ഒരു അഭൂതപൂർവമായ മാറ്റം ആണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുസ്ലിം ലീഗിന്റെയും CPMന്റെയും കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി BJPയിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലെ വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. അദാലത്ത് നടക്കുന്ന മൈതാനത്തേക്ക് കണ്ണോടിച്ചാൽ കാണുന്നത് ആയിരക്കണക്കിന് പരാതിക്കാരുടെ നീണ്ട നിരയാണ്. ഇതിൽ CPM അനുഭാവികളും ഉണ്ടെന്നതാണ് ശ്രദ്ധേയം. പാർട്ടി ഗ്രാമങ്ങളിൽ വായടക്കി ജീവിച്ചിരുന്നവർ പോലും ഇന്ന് തങ്ങളുടെ ജീവിത പ്രാരാബ്ദങ്ങൾ പറയാൻ BJP നേതാക്കളുടെ അടുത്തേക്ക് വരുന്നു. ഒരു വൃദ്ധയായ അമ്മയുടെ വാക്കുകൾ ഞാൻ പറയാം. അതായത്, മക്കളെ, വർഷങ്ങളായി ഞാൻ ഒരു വീടിനായി ഓഫീസുകൾ കയറി ഇറങ്ങുന്നു. 10 കൊല്ലമായി നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാൻ നോക്കിയിട്ട് നടന്നില്ല. ഇന്ന് BJP നേതാക്കൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി എന്റെ പ്രശ്നം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന്. അവർ എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നൂറുകണക്കിന് വൈകാരികമായ രംഗങ്ങൾക്കാണ് നിർമ്മാണം സാക്ഷ്യം വഹിച്ചത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വാർത്തയാണിത്. ജനങ്ങളുടെ നിസ്സഹായതയെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിന് പകരം അവർക്ക് കൃത്യമായി പരിഹാരം കാണുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ലക്ഷ്യം. കേരളത്തിലെ മുഖ്യമന്ത്രി തന്റെ സ്വന്തം മണ്ഡലത്തിൽ തോൽവി അറിയുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന സംഭവ വികാസങ്ങളിലും BJPയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചത് CPMനെ ഞെട്ടിച്ചിട്ടുണ്ട്, ഉറക്കം കെടുത്തിയിട്ടുണ്ട്. ഈ അദാലത്തിലൂടെ BJP നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ധർമ്മടം ഇനി CPMന്റെ മാത്രം തട്ടകമല്ല. വികസനമില്ലാത്ത, വിവാദങ്ങൾ മാത്രമുള്ള 10 വർഷത്തെ ഭരണത്തോട് ജനങ്ങൾ വിട പറയാൻ ആഗ്രഹിക്കുന്നു. BJP നൽകുന്ന ഉറപ്പുകൾ, പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവിന്റെ വികസന കാഴ്ചപ്പാട് യുവാക്കൾക്കിടയിലും വലിയ ചലനം ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ധർമ്മടത്ത് നേരിടാൻ പോകുന്നത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും. കേരളം കാണാൻ കൊതിച്ച ഒരു ചിത്രവുമായിരിക്കും. BJPയുടെ ചിട്ടയായ പ്രവർത്തനവും കേന്ദ്ര പദ്ധതികളുടെ സ്വാധീനവും മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുമെന്നതിൽ സംശയം വേണ്ട. ധർമ്മടത്തെ BJP അദാലത്ത് വെറുമൊരു പരിപാടിയല്ലത്, അത് മാറ്റത്തിന്റെ കൊടിയേറ്റമാണ്. വികസനം എന്നത് ചിലരുടെ മാത്രം അവകാശമല്ലെന്നും അത് ഓരോ പൗരന്റെയും മൗലികാവകാശമാണെന്നും BJP തെളിയിച്ചിരിക്കുന്നു. കണ്ണു തുറന്ന് കാണുക ധർമ്മടത്തെ അവസ്ഥ. മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 വർഷം കൊണ്ട് ചെയ്യാത്തത് ഒരൊറ്റ അദാലത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJPക്ക് സാധിച്ചു. രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ കടമെടുത്താൽ ഉപദേശിക്കലും വിവാദം ഉണ്ടാക്കലുമല്ല ഒരു ഭരണാധികാരിയുടെ പണി, മറിച്ച് ജനങ്ങളുടെ കണ്ണീരൊപ്പലാണ്. ധർമ്മടത്തെ ജനങ്ങൾ ഇനി പഴയ പോലെ നിശബ്ദരായിരിക്കില്ല. അവർ വികസനത്തിന് വോട്ട് ചെയ്യും. അവർ ഭാരതത്തിന്റെ മുന്നേറ്റത്തിന് ഒപ്പം നിൽക്കും. ധർമ്മടം വിയർക്കും. പിണറായി വിജയൻ മറുപടി പറയേണ്ടി വരും. ധർമ്മടത്ത് കണ്ട ഈ വലിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ അപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ BJPക്ക് ലഭിക്കുന്ന ഈ ഒരു ജനപിന്തുണ രാഷ്ട്രീയ കേരളത്തിൽ എന്ത് ചലനമാണ് ഉണ്ടാക്കുക? മാത്രവുമല്ല, നവകേരള യാത്ര കേരളം കൊട്ടിഘോഷിച്ച് കേരളത്തിന്റെ അങ്ങേ തലക്കൽ തൊട്ട് ഇങ്ങേ തലക്കൽ വരെ, അതായത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നടന്ന ആ നവകേരള യാത്രയിൽ പിന്നെ എന്താണ് ഈ LDF ചെയ്തു വെച്ചത്? അവർ ഇതുപോലെയുള്ള ജനങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ് അവരുടെ പരാതികൾ പരിഹരിക്കാൻ വേണ്ടിയാണല്ലോ ആ യാത്ര നടത്തിയത്. അതിനുവേണ്ടി ഖജനാവിൽ നിന്നാണ് പണം എടുത്തതും. അപ്പോൾ അതിന് മറുപടി പറയേണ്ടതും ഇവർ തന്നെയാണ്. ഒരൊറ്റ അദാലത്തിലൂടെ ഇത്രയും പരാതിക്ക് പരിഹാരം ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ നവകേരള യാത്ര കൊണ്ട് ഒന്നും സംഭവിച്ചില്ല? ആർക്കും നീതി ലഭിച്ചില്ല, ആരുടെ പ്രശ്നത്തിനും പരിഹാരം കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇവർ ഈ 10 കൊല്ലം ഇവിടെ എന്താണ് ഉണ്ടാക്കിയത്? എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.